അഭിവന്യ മാർ സെറാഫീം തിരുമേനി, ഇടവയുടെ വികാരി ജോർജ് വർഗീസ് അച്ഛൻ, ഇടവയുടെ ചുമതലക്കാരെ, ചേർന്ന വിശ്വാസ ജനമേ, അഭിവന്യ തിരുമേനിയോട് ചേർന്ന് ഈ ദിവസത്തെ ആരാധനയിൽ പങ്കെടുക്കുവാൻ എനിക്കും ഒരു ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരാവശ്യം വന്നപ്പോൾ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ ഞാനിവിടെ നിർവഹിച്ചത് ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നു. അടൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ. അതിനുശേഷവും പലവിധമായ ആവശ്യങ്ങൾക്കായിട്ടിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ബന്ധുമിത്രാദികൾ ഈ ഇടവയിലുണ്ട്. എൻ്റെ അമ്മാച്ചൻ്റെ മകൾ, അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കൾ, മറ്റ് ബന്ധുഭവനങ്ങൾ ഒക്കെ ഇവിടെ ഈ ഭാഗത്ത് ഉണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ബഹുമാനയുടെ അച്ഛനെ വിളിച്ചപ്പോൾ ഞാൻ വരാൻ സമ്മതിച്ചത്. പിന്നീടാണ് ഈ മനസ്സായത് അഭിവന്യ തിരുമനസ്സും ഈ ആരാധനയിൽ വരുന്നുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ എനിക്കും സാധിച്ചതോർ ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിത്വമാണ് തിരുമേനി. അതിൻ്റെ കാരണം നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സീഹോറായുടെ പ്രത്യേകമായിട്ടുള്ള നേതൃത്വത്തിൽ ദീർഘവർഷങ്ങൾ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പാൻ പ്രിയ തിരുമേനിക്ക് അവിടുത്തെ ആചാര്യയായിട്ടിരിക്കുവാനും അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനും ദൈവം തിരുമേനിക്ക് അവസരം നൽകി. അവിടെ നിന്നും ദൈവം വിളിച്ച് വേർതിരിച്ച് പരിശുദ്ധ മാർത്തോമാ സഭയുടെ ദൈവികമായിട്ടുള്ള പദവിയിലേക്ക് ഉയർത്തി വളരെ അനുഗ്രഹകരമായിട്ടുള്ള ശുശ്രൂഷ തിരുമനസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്രകാരം ഉള്ള ഒരു മിഷൻ എക്സ്പീരിയൻസും, എന്നാൽ അതിനോട് ചേർന്ന് തന്നെ പൗരസ്ത്യ സഭയുടെ ആധ്യാത്മികതയുടെ ദൈവിക അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ അനുഗ്രഹകരമായിട്ട് തിരുമേനിയുടെ സർവീസുകളൊക്കെ ചെയ്യുവാൻ ദൈവം ഇടയാക്കും. അദ്ദേഹത്തോട് ചേർന്ന് ഒരു സർവീസിൽ പങ്കെടുക്കുവാനും കൂടെ നിന്ന് സഹായിക്കുവാനും എനിക്കും ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും ഏറെ പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ആരാധനയിൽ വന്ന് പങ്കെടുക്കേണ്ട ആവശ്യമുണ്ട്. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ശാരീരികമായ ആസ്വാസ്ഥ്യം, പ്രയാസം ഒരു ഓപ്പറേഷൻ മൂലം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ തീവ്രമായ ഒരു ചിന്തയായിരുന്നു. ഈ ആരാധനകളൊന്നും മുടങ്ങിപ്പോകാതെ നടക്കണം എന്നുള്ള ചിന്ത. വളരെ ശാന്തമായിട്ടും വളരെ പ്ലാനിങ്ങോടുകൂടിയും അദ്ദേഹം പലപ്പോഴും വിളിക്കാറുണ്ട്. ഈ ഒരു ആരാധന മാത്രമല്ല, പല കാര്യങ്ങളും പറയാറുണ്ട്. ആ ശാരീരികമായ ആസ്വാസ്ഥ്യം അദ്ദേഹത്തിനുണ്ട്. സർവീസ് എടുക്കുവാൻ ഇതൊക്കെ ഉള്ളതായ വിഷമതകളുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇതിൻ്റെ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനി ഈ ഒരു വചന ശുശ്രൂഷ ചെയ്യുവാൻ എന്നോട് ആവശ്യപ്പെട്ടതിൽ ഉള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഞാനും അപ്രകാരം ഏകദേശം 30 വർഷത്തിന്മേൽ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കാനിടയായി. എന്നാൽ 4 വർഷം ഈ അടൂർ ഭദ്രാസനത്തിൽ വന്ന് പ്രവർത്തിക്കാനിടയായി. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളുടെയും മിഷൻ ഫീൽഡുകളുടെയും ചുമതലയിരുന്നതുകൊണ്ടും ആ ഒരു മനസ്സിൻ്റെ ഐക്യരൂപ്യവും വലിയ സ്നേഹവും ബഹുമാനവും അഭിവന്യ തിരുമേനിയോട് എനിക്കുണ്ട്. കാരണം വളരെ കഷ്ടപ്പാടുകൾ സഹിക്കാതെ ഒരു മിഷൻ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കാൻ ഒക്കത്തില്ല. അതും ഒരു പൗരസ്ത്യ സഭയുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഒരു സുവിശേഷ പ്രവർത്തനം നടത്തുക എന്നുള്ളത് വളരെ പ്രാർത്ഥനയോടുകൂടി ചെയ്യേണ്ടതായ ഒരു വിഷയമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ദൈവികമായ പ്രവർത്തനത്തിന് വളരെ ശാന്തമായി, ഞാൻ വികാരിയായിരുന്ന ഇൻഡോർ ഇടവയുടെ വികാരിയായിട്ടും തിരുമേനി പ്രവർത്തിച്ചിട്ടുണ്ട്.
ഇൻഡോറുകാർക്കൊക്കെ വളരെ ജീവൻ്റെ ജീവനാണ് തിരുമേനി. അങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിൽ നിൽപ്പാൻ ഇടയായി. ഞാൻ വളരെ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ് അദ്ദേഹത്തോട് ചേർന്നൊരു ശുശ്രൂഷ നിർവഹിക്കാൻ സാധിച്ചത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി പങ്കെടുക്കണം. ഒരു ദുഃഖവെള്ളിയാഴ്ച വന്നു ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു ലാഘവ ബുദ്ധിയോടുകൂടി എല്ലാ വർഷവും നടക്കുന്ന ശുശ്രൂഷ എന്ന ഒരു ബുദ്ധിയോടുകൂടി അല്ല നാം പങ്കെടുക്കേണ്ടത്. ഏറെ പ്രാർത്ഥനയോടുകൂടി, ഏറെ അനുതാപത്തോടുകൂടി, കുമ്പസാരത്തിൻ്റെ ദൈവികമായ അനുഭവങ്ങളോടുകൂടി നിന്ന് ശുശ്രൂഷ ചെയ്യണം. നമ്മുടെ ശുശ്രൂഷ ക്രമങ്ങളൊക്കെ വളരെ അനുഗ്രഹകരമാണ്. പൗരസ്ത്യ സഭയുടെ ശുശ്രൂഷ ക്രമം ധ്യാനാത്മകമാണ്, അടിപൊളി ആരാധനകളല്ല. നമ്മൾ കൈകൊട്ടും, പാടും, സ്തോത്രം പറയും, ഹല്ലേലൂയയും പറയും. എന്നാൽ നമ്മുടെ ആരാധനകളൊക്കെ വളരെ ധ്യാനാത്മകമാണ്. ആ ധ്യാനാത്മകമായ ചിന്തയിൽ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ധ്യാനത്തോടുകൂടി ദൈവസന്നിധിയിലിരിക്കുകയും വചനത്തിൻ്റെ ആഴങ്ങളെ കാണുകയും പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകുകയും ദൈവത്തിൻ്റെ സിംഹാസനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മനസ്താപത്തോടും നമ്മുടെ കുമ്പസാരത്തിൻ്റെ അനുഭവത്തോടും നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. ആ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ദൈവകൃപ നൽകുവാൻ തീരുമാനിക്കുന്നത്. നമ്മുടെ കൂദാശകളും നോമ്പുകളും പ്രാർത്ഥനകളും ആരാധനാക്രമങ്ങളുമൊക്കെ വളരെ ചലനാത്മകമായ സംഗതിയാണ്. ഞാൻ ദീർഘനാൾ മിഷൻ ഫീൽഡിൽ പ്രവർത്തിച്ചു എങ്കിൽ അവിടെയുള്ള വില്ലേജിലുള്ള ആളുകൾ, ഗ്രാമത്തിലുള്ള ആളുകൾ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഇങ്ങനെയുള്ള ആരാധനയിൽ പങ്കെടുക്കുന്നത്, എത്ര ഭക്തിയോടുകൂടിയാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ആ ഭക്തിയും നമ്മുടെ കോൺസെൻട്രേഷനുമൊക്കെ മാറി മറ്റു പല ഡൈവേർഷനിലേക്ക് നമ്മൾ പോകുന്ന രീതി നമുക്കുണ്ട്. എന്നാൽ ഏറെ ദൈവകൃപയോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അനുഗ്രഹത്തോടെ നിൽപ്പാൻ, പ്രാർത്ഥനയോടെ നിൽപ്പാൻ, പ്രത്യേകിച്ച് ആരാധനാക്രമങ്ങളുടെ സദർവ പ്രാർത്ഥനകളൊക്കെ വായിക്കുമ്പോഴും മറ്റു പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നിൽക്കണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കർത്താവെ, നിൻ്റെ കാൽവറി യാഗത്താൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ക്രിയലായിസോ എന്നുള്ള പദത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കണം. ഈ ദിവസത്തെ ആരാധന മാത്രമല്ല, ഏത് കൂദാശകളും അങ്ങനെ ഒരു ദൈവകരുടെ മഹത്വം പ്രാപിച്ച് ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ വചന സംസാരത്തിന് നിൽക്കുമ്പോൾ പ്രത്യേകമായൊരു വാക്യം ഞാൻ എടുക്കുന്നില്ല. എന്നാൽ സാധാരണ വെള്ളിയാഴ്ചയുടെ പൗരസ്ത്യ സഭയുടെ ഒരു ക്രമപ്രകാരം വെള്ളിയാഴ്ചയുള്ള വചനധ്യാനം 3 ധ്യാനങ്ങളാണ്. എന്നാൽ ഇന്ന് 2 ധ്യാനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അഭിമന്യ തിരുമനസ് ഇതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ധ്യാനത്തിലുള്ളത്. അതൊന്ന്, കർത്താവിൻ്റെ ക്രൂശിൽ പറഞ്ഞതായ 7 മൊഴികൾ. ആ മൊഴികളുടെ ധ്യാനം ഉണ്ട് പൗരസഭയിൽ. അതുപോലെ തന്നെ ക്രൂശിൻ്റെ ധ്യാനമുണ്ട്. ഈ 2 ധ്യാനങ്ങളാണ് ഇന്ന് വളരെ വളരെ പ്രാസ്താവികമായിട്ട് പറയുന്ന ധ്യാനം. അതോടൊപ്പം തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള ഒരു മുന്നോടിയുടെ ധ്യാനത്തിൻ്റെ ഒരവസ്ഥയിലാണ് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ശ്രദ്ധയോടിരിക്കാം, ദൈവത്തിൻ്റെ കൃപയിൽ വയ്ക്കാം. 7 മൊഴികളെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ് ഞാനിന്ന് ഈ പ്രാരംഭത്തിൽ നിങ്ങളോട് ഒന്നിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞതായിട്ടുള്ള, പ്രസ്താവിച്ചതായ, പ്രാർത്ഥന എന്നവണ്ണം പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചതായ 7 മൊഴികൾ. ഒന്നാമത്തെ മൊഴി നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യമാണ്. ഫാദർ, forgive them, for they do not know what they are doing. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. 2-ാമത്തെ മൊഴി എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യമാണ്. I tell you the truth,
ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. മൂന്നാമത്തെ മൊഴി സ്പീക്കിംഗ്, മൂന്നാമത്തത് കാണുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളാണ്. സ്പീക്കിംഗ് ജോൺ ആൻഡ് മേരി, ഡിയർ വുമൺ, ഹിയർ ഈസ് യുവർ സൺ, ഹിയർ ഈസ് യുവർ മദർ. വിശുദ്ധ യോഹന്നാനോട് കർത്താവ് ക്രൂശിൽ കിടന്ന് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. നാലാമത്തെ മൊഴി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം, അല്ലെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 15-34. മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൺ മീ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്. അഞ്ചാമത്തെ മൊഴി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, ഐ ആം തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് ക്രൂശിൽ കിടന്ന് പറഞ്ഞു. ആറാമത്തെ മൊഴി ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ന്റെ 30-ാമത്തെ വാക്യമാണ്, സകലതും നിവൃത്തിയായി എന്ന് കർത്താവ് പറഞ്ഞു. അവസാനത്തെ എന്ന് വെച്ചാൽ ഏഴാമത്തെ മൊഴി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ന്റെ 46 ഫാദർ, അൺടു യുവർ ഹാൻഡ്സ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. 7 മൊഴികൾ ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമ്മോട് വളരെ ശക്തമായി പറയുന്നതായ മൊഴികളാണ്. പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഇതിൻ്റെ ആരാധന മധ്യേ ചുരുക്കമായിട്ടാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം. ഈ മൊഴികൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 3 മൊഴികൾ അത് മറ്റുള്ളവരെ പരാമർശിച്ച് പറയുന്ന മൊഴികളാണ്, മറ്റുള്ള ആളുകളെ പരാമർശിക്കുന്ന മൊഴിയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യത്തെ 3 മൊഴികൾ മറ്റുള്ളവരെ പരാമർശിച്ച് കർത്താവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥനയോടുകൂടി പറയുന്നതാണ്. പിന്നെ വരുന്ന 4 സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പരാമർശിച്ച് പറഞ്ഞതാണ്. അത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്താ. അപ്പോൾ ഇരുട്ട് വ്യാപിച്ചു. ഇരുട്ടിൻ്റെ മധ്യേ പറയുന്ന ഒരു മൊഴിയാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളത്. അന്ധകാരത്തിൽ പറയുന്നതാണ്. പിന്നെ എനിക്ക് ദാഹിക്കുന്നു. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. നിവൃത്തിയായി. ഈ 4 മൊഴികളും കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നതായ മൊഴിയാണ്. അന്ധകാരത്തിന് മുമ്പ് 3 മൊഴികൾ, അന്ധകാരത്തിൽ 1 മൊഴി പറഞ്ഞു, അന്ധകാരത്തിന് ശേഷം വീണ്ടും 3 മൊഴികൾ പറഞ്ഞു. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കർത്താവിൻ്റെ പ്രവചനതുല്യമായിട്ടുള്ള, വളരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കർത്താവിൻ്റെ ടോട്ടൽ ഒരു ദൗത്യത്തിനെ പ്രദർശിപ്പിക്കുന്നതായ, അറിയിക്കുന്നതായ മൊഴികളാണ് ഈ മൊഴികൾ എന്നറിയണം. അതിൽ ഒന്നാമത്തെ മൊഴി നമുക്കറിയാം. ഞാൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള മൊഴി. പാപക്ഷമയുടെ മൊഴിയാണ്. ഈ മൊഴികൾ നമ്മൾ പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ക്രൂശ് എന്താണെന്നുള്ളതും കർത്താവിൻ്റെ കാൽവറി യാഗം എന്താണെന്നും എന്തിനു വേണ്ടിയുള്ളതായിരുന്നുവെന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എവരും പ്രാർത്ഥനയോടെ കേൾക്കണം, വളരെ പ്രാർത്ഥനയോടുകൂടി കേൾക്കണം. പാപക്ഷമയുടെ മൊഴിയാണ് ഒന്നാമത്തെ മൊഴി. യേശുവിനെ 2 കള്ളന്മാരുടെ മധ്യേ കുരിശിൽ തറയ്ക്കുകയാണ്. വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. പരിഹാസ വാക്കുകൾ ചൊരിഞ്ഞു. യഹൂദന്മാരുടെ രാജാവെന്ന് വിളിച്ചവനെ അധിക്ഷേപിച്ചു.
അങ്ങനെ ഒരു കൂട്ടം പടയാളികളും യഹൂദന്മാരുടെ നേതാക്കന്മാരും ഭരണകർത്താക്കളും ചേർന്ന് കർത്താവിനെ 2 കള്ളന്മാരുടെ മധ്യേ തൂക്കി വളരെ പരിഹാസം ചെയ്ത് ആരവത്തോടുകൂടെ നിന്നുകൊണ്ട് അവനെ വളരെ പരിഹസിക്കുന്നതായ ഒരു അവസരം. ഈ അവസരത്തിലാണ് കർത്താവ് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്. കർത്താവ് ക്രൂശിൽ കിടക്കുക അല്ലെങ്കിൽ ക്രൂശിൽ തൂക്കുക എന്ന് പറയുമ്പോൾ നിസ്സാരമായൊരു സംഗതിയായിട്ട് ആരും കാണരുത്. അതിനു മുമ്പേ യഹൂദന്മാരുടെ റോമ ഗവൺമെൻറ് ക്രമപ്രകാരമുള്ള ചാട്ടവാറിൻ്റെ അടികൾ, അതിനെപ്പറ്റി പറയാൻ എനിക്ക് സമയമില്ല, അടികൾ ഏറ്റ് നമ്മളിപ്പോൾ പടത്തിൽ കാണുന്ന, കലണ്ടറിലോ പടത്തിൽ കാണുന്ന ക്രൂശിത രൂപം ഒരു ഡീസൻ്റായിട്ടുള്ള രൂപമാണ്. എന്നാൽ അന്ന് ഈ ചാട്ടവാറുകൊണ്ട് അടിച്ച് ഇത്ര അടി എന്നുള്ള കണക്ക്, ഒറ്റ അടി കിട്ടിയാൽ നമ്മൾ താഴെ വീണുപോകും. മാംസം പറിച്ചെടുക്കുന്നതായ ഹുക്സ് ഉള്ളതായ ചാട്ട കൊണ്ട് അടിക്കുകയാണ്. ചിന്തകന്മാർ പറയുന്നത് കർത്താവിൻ്റെ ശരീരത്തിൽ എല്ലല്ലാതെ മാംസം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ അടിച്ച് അവശനാക്കിയ അവസരമാണ് ഉള്ളത്. പിന്നെ കൊല്ലേണ്ട ആവശ്യമില്ല, മരിക്കേണ്ട ആവശ്യമില്ല, തന്നെത്താൻ മരിച്ചു പോകും, അതുപോലെ ആയിപ്പോയി. അപ്രകാരമുള്ളതായ ഒരു പീഡനത്തിന് ശേഷമാണ് ക്രൂശിൽ കിടക്കുന്നത്. ക്രൂശിലെ മൊഴികളിൽ നമുക്കറിയാം, ഈ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട്, കൈക്ക് ആണിയുണ്ട്, കാലിൻ്റെ പാതയ്ക്ക് രണ്ടും ചേർത്ത് വെച്ച് ആണി തറച്ചിരിക്കുകയാണ്. ക്രൂശ് ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ഒരു ചിത്രകാരൻ അത് വരച്ചിട്ടുണ്ട്. ആ ചിത്രകാരൻ വരച്ചിരിക്കുന്നത് ബോഡി മുന്നോട്ടിങ്ങനെ കിടക്കുകയാണ്. പറിഞ്ഞ് വീഴുന്നതായ ഒരു ശരീരം പോലെ കിടക്കുകയാണ്. അതികഠിനമായിട്ടുള്ള വേദനയിൽ കിടക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. പാപക്ഷമയുടെ ഒരു വലിയ മൊഴിയാണ് ഈ മൊഴി. ഇത് ഇന്നും സംഭവിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. അവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്, വകതിരിവില്ലാത്തതായ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, ക്രൂരത പ്രവർത്തിക്കുന്നതായ ഒരു സമൂഹം, തിരിച്ചറിവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിൽ യാതൊരു കരുണയുമില്ലാതെ, വകതിരിവില്ലാതെ ഉപദ്രവിക്കുന്ന സമൂഹം ഇന്നുമുണ്ട്. നോർത്ത് ഇന്ത്യയുടെയൊക്കെ ഭാഗങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോഴും നടക്കുന്നൊരു സംഗതിയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ആളുകളെ അടിച്ച് കൊല്ലുന്നതായ സാഹചര്യം മണിപ്പൂരിലൊക്കെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോ ഞാനോ അറിയുന്നതിനപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെ നടക്കുന്നതായ വലിയ പീഡനം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ അടിച്ച പീഡനത്തിന് അതുപോലുള്ള പീഡനങ്ങൾ ഇന്നും നടക്കുകയാണ്. നമുക്ക് ന്യൂസ് മീഡിയയിൽ നിന്ന് കിട്ടുന്ന ന്യൂസൊക്കെ വളരെ ചുരുക്കമാണെന്നുള്ളതും പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ട ആവശ്യമാണ്. വകതിരിവില്ലാതെ പ്രവർത്തിക്കുന്ന സമൂഹം, അതിനെ പറയും മോബ് സൈക്കോളജി എന്ന് പറയും. മോബ് സൈക്കോളജി എന്ന് പറയാറുണ്ട്. അതായത് ഒരു കൂട്ടം കൂടുമ്പോൾ ആളുകൾ ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് മടി കാണിക്കത്തില്ല. ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് നമുക്കറിയാം, ചൊല്ലുണ്ട്, എന്താ പറയുന്നത്, മാൻ ഈസ് കൈൻഡ്, മെൻ ആർ ക്രൂവൽ എന്നാണ് പറയുന്നത്. മാൻ ഈസ് കൈൻഡ്. ഒരു മനുഷ്യനെ വ്യക്തിപരമായി എടുക്കുമ്പോൾ അവൻ കരുണയോടെയും സമാധാനത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ കൂട്ടം കൂടുമ്പോൾ മെൻ ആർ ക്രൂവൽ എന്നാണ് പറയുന്നത്. കൂട്ടം കൂടുമ്പോൾ ഏത് അതിക്രമവും ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരാൾ എന്തിനു വേണ്ടിയാണ് വേറൊരാളെ ഉപദ്രവിക്കുന്നത് അറിയാതെ തന്നെ കൂട്ടത്തിൽ കൂടി അവളെ ഉപദ്രവിക്കും. ഞാൻ കർണാടകത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഹൊണ്ണാവർ എന്ന സ്ഥലത്ത് നിന്നും കുമ്മുട്ടാപ്പള്ളിയിലേക്ക് മാസത്തിൽ ഒരിക്കൽ ആരാധനയ്ക്ക് പോകും. രാവിലെ ബൈക്കിലാണ് പോകുന്നത്, 20 കിലോമീറ്റർ പോകും. ഞാൻ കുമ്മുട്ടാപ്പള്ളിയുടെ അടുത്ത് വരെ ബൈക്കിനകത്ത് ചെന്നപ്പോൾ ഒരു കാറ് എതിര് ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ആ കാറിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയും അയാളുടെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ആ കാറിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ
വന്ന് അപ്പോൾ ഒരു ബൈക്കിലെ ഒരു മനുഷ്യൻ അതിൻ്റെ മുമ്പിൽ ബൈക്ക് വരുന്നുണ്ട്. ബൈക്കിൽ വന്നിട്ട് ഈ കാറൊന്നും അയാൾ ശ്രദ്ധിക്കാതെ തന്നെ പെട്ടെന്ന് സിഗ്നലൊന്നും ഇടാതെ പെട്ടെന്ന് അദ്ദേഹം റൈറ്റ് സൈഡിലേക്ക് അങ്ങ് എടുത്തു, റോഡ് ക്രോസ് ചെയ്തു. ഞാൻ അദ്ദേഹത്തെ ഇടിക്കേണ്ടതായിരുന്നു. ഞാൻ ചവിട്ടി നിർത്തി വണ്ടി. ഈ കാറുകാരന് ഒരു നിവൃത്തിയില്ല, കാരണം അയാൾ അറിയത്തില്ല, തിരിവൊന്നും അറിയത്തില്ല. ഒറ്റ ഇടിച്ച് താഴെ ഇട്ടു. അപ്പോൾ ഞാനിത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പള്ളിയിൽ പോകാനുള്ള സമയമായി. അവിടെ വണ്ടി നിർത്തി ദൂരെയുള്ള കടലിൽ നിന്നൊക്കെ ആളുകൾ ഓടി വന്നിട്ട് ആദ്യം അവർ ചെയ്യുന്നത് ഈ കാറിലെ ഈ ഓടിക്കുന്നവനെ പിടിച്ച് പുറത്ത്, ഈ മനുഷ്യനെ രക്ഷിക്കാനല്ല നോക്കുന്നത്, അവൻ താഴെ ഓടി കിടക്കുക, രക്ഷിക്കാനല്ല നോക്കുന്നത്, പിടിച്ച് ഇറക്കിയിട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അത്ര നല്ലൊരു പരിപാടിയല്ലല്ലോ. ഞാൻ ഉടനെ ഇറങ്ങിയിട്ട് ഞാൻ ഇൻ്റർഫിയർ ചെയ്തു. എനിക്ക് ആ ഭാഷയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇൻ്റർഫിയർ. ഞാൻ പറഞ്ഞു, അടിക്കരുത്, ഈ കാറുകാരൻ്റെ കുഴപ്പമല്ല, ഈ മനുഷ്യൻ തിരിഞ്ഞതാണ്. അപ്പോൾ ആ മനുഷ്യൻ വയ്യാതെ മനുഷ്യനും പറയുന്നു, എൻ്റെ കുഴപ്പമാണ്, ഞാൻ തിരിഞ്ഞതാണ്. അപ്പോഴേ കൂടി അടിക്കാൻ റെഡിയായിട്ടൊരു എത്ര കൂടിയെന്ന് അറിയാമോ? കാര്യമെന്തെന്നറിയാതെ ഒരു മോബ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് കൂടുകയാണ്. കർത്താവിനെയും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇവനെ ക്രൂശിക്കാമെന്ന് ഒരുത്തൻ പറഞ്ഞപ്പോൾ എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു ക്രൂശിച്ച. അതിന് തലേന്ന് കർത്താവിൻ്റെ എല്ലാ ഉപകാരങ്ങളും സ്വീകരിച്ചവനാണ്. ഇത് മനുഷ്യ ജീവിതത്തിലുള്ള ഒരു സംഗതിയാണ്. രണ്ടുപേർ ചേർന്ന് ഒരാളെ കുറ്റം പറയുമ്പോൾ ഒരു ബന്ധമില്ലാത്തവനും ചേർന്ന് അയാളെ കുറ്റം പറയാം. നമ്മുടെ ഇടയ്ക്കുള്ള ദോഷം ഇത്. അതുകൊണ്ട് ഈ ക്രൂശിലെ മൊഴി നമുക്ക് ഇന്നും വളരെ അനുഭവമാണ്, ബാധകമാണെന്ന് പ്രത്യേകം ഓർക്കട്ടെ. അവൻ രോഗികളെ സൗഖ്യമാക്കി, അതുപോലെ തന്നെ ഭൂതങ്ങളെ പുറത്താക്കി. എന്നിട്ടും യൂദജനം യേശുവിനെ പരിഹസിച്ചു. ക്രൂശിൽ കിടന്നും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ക്രൈസ്ത ജീവിതത്തിൻ്റെ അന്തരാത്മാവിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത്. ക്രൂശിൽ കിടന്നും അടികളേറ്റപ്പോഴും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ദൈവജനമേ, നമ്മോട് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പീഡനങ്ങൾ ഏൽക്കുമ്പോഴും പ്രയാസങ്ങൾ ഏൽക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതമെന്ന് ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു ചിന്തകൻ ഇപ്രകാരം എഴുതി, ആരോഗ്യമുള്ളപ്പോൾ പ്രാർത്ഥിച്ചാൽ ആരോഗ്യം കെട്ടുപോകുമ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ആരോഗ്യമുള്ളപ്പോൾ ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകിയപ്പോൾ പ്രാർത്ഥിച്ചാൽ ആരോഗ്യം കെട്ടുപോകുമ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. മരണക്കിടക്കയിലും പ്രാർത്ഥന ചെയ്യുവാൻ സാധിക്കും. ഇത് കണ്ട് മനസ്സിലാക്കിയാണ് സ്തെഫാനോസ് തന്നെ കല്ലെറിഞ്ഞ് താൻ വീഴുമെന്ന് തന്നെ കല്ലെറിഞ്ഞ സമയത്ത് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ട് ആ ക്രിസ്തീയ ജീവിതം ഉള്ളിൽ സ്വീകരിച്ചതായ സ്തെഫാനോസ് എന്ന ആ വലിയ പ്രവർത്തകൻ, ദൈവപ്രവർത്തകൻ ഇങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മൊഴികൾ ഇന്ന് ലോകത്തെയും നമ്മെയും ചലഞ്ച് ചെയ്യുന്ന അനുഭവമാണ്. ഒരു ചിന്തകൻ എഴുതി, യേശുവിന് പ്രാർത്ഥന എന്നത് ശ്വാസോച്ഛ്വാസം പോലെ ആണ് എന്നുള്ളതാണ്. അത് നല്ല കാലത്തും ചീത്തക്കാലത്തും ഒരുപോലെയുള്ള അനുഭവമാണ് കേൾക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയേണ്ട ആവശ്യമാണ്. എന്നാൽ പ്രാർത്ഥന എപ്പോഴും ഒരു മധ്യസ്ഥത സ്വഭാവമുള്ള പ്രാർത്ഥനയായിരിക്കണം. നമുക്ക് വേണ്ടി ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി 10 പ്രാവശ്യം പ്രാർത്ഥിക്കാനുള്ളതായ സമർപ്പണം നമുക്കുണ്ടാകണം. നമുക്ക് വേണ്ടി ഒരു കാര്യം നാം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി 10 കാര്യം ചെയ്യുവാനുള്ളതായ ദൈവകൃപയുടെ തീരുമാനം നമുക്കുണ്ടാകണം. ക്രിസ്തീയ ജീവിതം അങ്ങനെയുള്ളതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. അത് ഒന്നാമത്തെ മൊഴി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അത് പാപക്ഷമയുടെ ആണ്. കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഉപദേശങ്ങൾ കർത്താവ് ക്രൂശിലും പാലിക്കുകയാണോ? കർത്താവ് പറഞ്ഞു, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതിനോട് ചേർത്ത് പറഞ്ഞു, അന്നത്തെ ആളുകൾക്ക് ദഹിക്കാത്ത കാര്യം ഇന്നത്തെ ആളുകൾക്ക് ദഹിക്കാത്തൊരു കാര്യം, നിൻ്റെ ശത്രുവിനെ നീ ഉള്ളതിന് വണ്ണം നിന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞ ഉപദേശം ക്രൂശിലും മറക്കാതെ ചെയ്യുകയാണ്. അതാണ് തന്നെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ദൈവികമായിട്ടുള്ള
അനുഭവം എന്ന് പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലാവും. ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം നമ്മെ ഓർപ്പിക്കുന്നതായ ഒരു ദൈവകൃപയുടെ അനുഭവം ഇങ്ങനെ ആയിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. രണ്ടാമത്തെ മൊഴി എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അവിടെ പറയുന്നത് യേശു പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കും. ഇത് വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ആയിക്കോട്ടെ, ഒരു കള്ളനോട് കർത്താവ് പറഞ്ഞതാണ്. ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവിന് രണ്ട് ഇടത്തും വലത്തും കള്ളന്മാരെയും കൂടെ തൂക്കി. നമ്മുടെ ഒരു ചിന്തയിൽ നമ്മൾ പറയുന്നതും ധാരണയിൽ പറയുന്നതും വലതുഭാഗത്തെ കള്ളൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിൽ പറയുന്നില്ല. എന്നാൽ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ അറിയാതെ കള്ളൻ ആ യേശുവിനോട് പറയുകയാണ്. ഒരു കള്ളൻ യേശുവിനെ പഴിച്ചു പറഞ്ഞു, വളരെ പഴിച്ച് സംസാരിച്ചു. എന്നാൽ മറ്റൊരു കള്ളൻ പറഞ്ഞു, നമ്മൾ ഇതിനൊക്കെ യോഗ്യരാണ്. അതായത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിക്രമങ്ങൾ ചെയ്തു, ഇതൊക്കെ നമ്മൾ യോഗ്യരാണ്. എന്നാൽ ഇവൻ നിരപരാധിയാണ്. ഈ കള്ളന്മാർ ലോകത്തിൻ്റെ പ്രതിനിധികളാണ്. ഒരാൾ നശിച്ചു പോകുന്ന മനുഷ്യവർഗത്തിൻ്റെ നിഴലും, അതിലൊരാൾ നശിച്ചു പോകുന്ന മനുഷ്യവർഗത്തിൻ്റെ നിഴലാണ്. മറ്റൊരാൾ ക്രിസ്തു മൂലം നീതീകരണം പ്രാപിച്ചവൻ്റെ നിഴലാണ്. ക്രൂശ് വളരെ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ക്രൂശീകരണം. ഒരു കള്ളൻ ലോകത്തിൻ്റെ ആ വലിയ അതിക്രമങ്ങളിൽ ചേർന്ന് നിൽക്കുന്നവനാണ്. മറ്റൊരാൾ അവൻ കള്ളനായിരുന്നു എങ്കിലും അവൻ ക്രിസ്തുവിൻ്റെ പാപക്ഷമ സ്വീകരിച്ച് നീതീകരണം പ്രാപിച്ച ആളുകളുടെ പ്രതിനിധിയായിട്ട് നിൽക്കുകയാണ്. ഈ കള്ളന്മാർ എന്താ ചെയ്തത്? ഒരാൾ യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടപ്പോൾ പറഞ്ഞു, ഇവനെ പഴിച്ചുകൊണ്ട് പറയുകയാണ്, വളരെ ദോഷമായിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം. മറ്റൊരാൾ അവനെ ശ്രദ്ധിച്ചപ്പോൾ അവൻ്റെ അഭിപ്രായം മാറുകയാണ്. അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവിനെ കാണുന്നു. അവൻ പറയുകയാണ്, ജീസസ് വാസ് ഇന്നസെൻറ്റ്. യേശു നിരപരാധിയാണ്. ഒന്ന്, വി ആർ ഓൾ സിന്നേഴ്സ്. നമ്മൾ രണ്ടുപേരും പാപികളാണ്. ജീസസ് ഈസ് സേവിയർ. ഇവൻ വിമോചകനാണ്. ജീസസ് ഈസ് കിങ്. ഇവൻ രാജാവാണ്. ആൻഡ് ഹീ വിൽ കം അഗെയിൻ. ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരു കള്ളൻ്റെ ചിന്തയാണ് ഈ ചിന്ത. യേശു നിരപരാധിയാണ്, എന്നാലും അവൻ ക്രൂശിക്കപ്പെട്ടു. നമ്മൾ പാപികളാണെന്നുള്ള ബോധം, നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ശിക്ഷയ്ക്ക് അർഹരാണ്. ഇവൻ രക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് കള്ളൻ പറഞ്ഞത്. നീ രാജാവാണ്, നീ രക്ഷിക്കുന്നവനാണ്, നീ വീണ്ടും വരും, അത് ഞാൻ വിശ്വസിക്കുന്നു. ക്രൂശിൽ കടന്നും കർത്താവിനുള്ള സാക്ഷ്യം അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആരാധനയിലൂടെ പ്രാപിക്കേണ്ടതായ ഒരു ദൈവകൃപ ഇതാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് പരിശുദ്ധ ആരാധനകളിൽ പങ്കെടുക്കുമ്പോഴും ഇന്നത്തെ ഈ സർവീസിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ വന്നത്? ഞാൻ വന്നത്, വൈ ഡിഡ് യു കം ഓവർ ഹിയർ? എല്ലാ വർഷവും വരുന്നത് പോലെ വന്നിട്ട് പോകാൻ വേണ്ടിയാണോ? ആരെ കാണാനായിട്ടാണ് ഇവിടെ വന്നത്? എന്ത് ദർശിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ? ക്രൂശിൽ പിടഞ്ഞ് മരിക്കുന്നതായ കർത്താവിനെ കാണുവാനും അവൻ നിരപരാധിയായി, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി എന്നുള്ള വിശ്വാസം ഉറപ്പിക്കുവാനും, മാത്രമല്ല
നമ്മുടെ പാപങ്ങൾ കർത്താവിന് സന്നിധിയിൽ ഏറ്റുപറയുവാനും ഈ വലതുഭാഗത്തെ കള്ളൻ നീതീകരണം പ്രാപിച്ചതുപോലെ നീതീകരണം പ്രാപിപ്പാനുമാണ് ഇന്ന് ഈ ആരാധനയിൽ വന്നത്. ഇത് നാം പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ക്രൂശിലെ മൊഴികൾ വളരെ ട്രാൻസ്ഫോർമേറ്റീവാണ്, ഗ്രേസ്ഫുള്ളാണ്, കൃപ നിറഞ്ഞതാണ്, രൂപാന്തരം നിറഞ്ഞതാണ്. വളരെ അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതുണ്ടാകും. ഒരു ശതാധിപൻ അവസാനം പറഞ്ഞു, എന്നാ പറഞ്ഞത്? ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. യേശുവിനെ കൊല്ലാൻ വേണ്ടി, തൂക്കാൻ വേണ്ടി വന്ന ശതാധിപൻ ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു, എന്നാ പറഞ്ഞത്? ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. ഇപ്രകാരം കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കർത്താവിൻ്റെ വീണ്ടും വരവിനെ കാണാൻ വേണ്ടിയാണ് നാമും ആരാധന വരേണ്ടത്. അതുകൊണ്ട് ആരാധനയ്ക്ക് ചേർന്ന് വരുന്നവർ എന്ത് വിശ്വാസം? യേശുവേ, നീ നിരപരാധിയാണോ? നീ ദൈവമാണോ? നീ പൂർണ്ണ മനുഷ്യനാണ്. നിന്റെ മരണത്താൽ എൻ്റെ പാപങ്ങൾ മായ്ക്കപ്പെടണം, എൻ്റെ രോഗങ്ങൾ മാറണം, എൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഞാനും നിന്റെ ദാസനായിട്ട് നിന്റെ കഷ്ടപ്പാടിനോടുകൂടെ ചേരുകയാണ്. ഈ വലിയ വിശ്വാസം നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ആരാധനയിൽ നാം വന്നത്. ഇത് കരുണയുടെ മൊഴിയാണ്. കള്ളനോട് യേശു പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കുന്നു. കരുണയുടെ മൊഴിയാണ്. അത് നമ്മുടെ ഒരു കണക്കനുസരിച്ച് ഉച്ച കഴിഞ്ഞൊരു 3 മണി സമയത്തോടടുത്ത് വരും. ഏകദേശം ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് നമ്മുടെ ഒരു കണക്കനുസരിച്ച്. അന്നത്തെ കണക്കല്ല, ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് നമ്മുടെ സമയം അങ്ങനെയാണ്. യഹൂദന്മാരുടെ സമയം തുടങ്ങുന്നത് തലേന്ന് വൈകിട്ട് 6 മണിക്കാണ്. അവരുടെ ഈ വെള്ളിയാഴ്ച തുടങ്ങിയത് ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ്. അതിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ കള്ളനോട് പറഞ്ഞത് കരുണയുടെ മൊഴി 3 മണിക്കാണ്. നമ്മുടെ യാമപ്രാർത്ഥനകളുണ്ട്. യാമപ്രാർത്ഥനകൾ നമുക്ക് മാർത്തോമ സഭയിലുണ്ട്. നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൈപോക്കാനൊന്നും ഞാൻ പറയുന്നില്ല. യാമപ്രാർത്ഥനകൾ ഇത് അതിനനുസരിച്ച് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. 3 മണിക്ക് കരുണയുടെ പ്രാർത്ഥനയാണ്. പണ്ടൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ, ഇന്നത്തെ ആളുകൾക്ക് ഓർമ്മ കാണത്തില്ല, ഓർമ്മിക്കാൻ ശ്രമിക്കത്തുമില്ല. ഞങ്ങളുടെയൊക്കെ ഭവനത്തിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. രാവിലെയും വൈകിട്ടും നമുക്ക് പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനയുണ്ട്. ഉച്ചയ്ക്കും ഒരു പ്രാർത്ഥനയുണ്ട്. സങ്കീർത്തനൊക്കെ പറഞ്ഞു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാനൊരു പള്ളിയിൽ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛാ രാവിലെ തന്നെ പ്രാർത്ഥന, പിന്നെ ഉച്ചയ്ക്ക് കൂടെ പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞ് എന്ത് നടക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഉച്ച കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം പറയുകയാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഭവനത്തിലിരിക്കുന്നവർ, ചിലപ്പോൾ വീട്ടിലെ സ്ത്രീകൾ മാത്രമേ കാണത്തുള്ളൂ, പുരുഷന്മാരും കാണും. ഭവനത്തിലിരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി സമയത്ത് അലാറം വെച്ചേക്കണം, മൊബൈലിനകത്ത് അടിക്കും. ഒരു 5 മിനിറ്റ് വചനം 2 വാക്യം വായിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. കുറിയലായിസോൻ എന്നാണ് ആ പ്രാർത്ഥന. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നിപ്പോൾ പള്ളിയിൽ ചെന്ന് താമസം പോയാലും കൊണ്ട് നാളെ തൊട്ട് ചെയ്യണം. ഒരു പ്രാർത്ഥനാ ക്രമം രൂപീകരിക്കാൻ വേണ്ടിയാണ് ക്രൂശിലെ മൊഴി നമ്മോട് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നു എന്ന് ഞാൻ പറയല്ല. വീട്ടിൽ അലാറം വെച്ചിട്ടുണ്ട്. വീട്ടിലുള്ളവർ അവിടെ കൂടും. ഞാനും എൻ്റെ ഭാര്യ ഇന്ന് വന്നിട്ടുണ്ട്, കൂടും. ചിലപ്പോൾ ഒരു പാട്ട് പാടും. 5 മിനിറ്റേ ഉള്ളൂ. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണം, എന്നോട് കരുണ കാണിക്കണം, എൻ്റെ ഭാര്യയോട് കരുണ കാണിക്കണം, എൻ്റെ ഭർത്താവിനോട് കരുണ കാണിക്കണം, എൻ്റെ മകളോട് കരുണ കാണിക്കണം. അവരെ പേര് പറഞ്ഞും പ്രാർത്ഥിക്കും. ലോകത്തിനോട് കരുണ കാണിക്കണം, ലോക സമാധാനത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ ഇപ്രകാരമുള്ള പ്രാർത്ഥനകൾ ഉയരണം.
ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവിന് ഇപ്രകാരം ചെയ്യാമെങ്കിൽ സുഖമായി നടക്കും നമ്മൾക്ക് എത്രമാത്രം ചെയ്യാൻ സാധിക്കും? ഞാൻ പറഞ്ഞത് കരുണയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള പ്രാർത്ഥനാ ക്രമങ്ങൾ നമുക്ക് ആവശ്യം എന്ന് ഞാൻ പറയുകയാണ്. കർത്താവ് വളരെ അനുഗ്രഹകരമായിട്ട് ഈ കള്ളനോട് സംസാരിക്കുകയാണ്, ഇടപെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ മൊഴി അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ മൊഴി എന്ന് പറയുന്നത് തൻ്റെ അമ്മയായ വിശുദ്ധ മറിയത്തോടും അതുപോലെ തന്നെ തൻ്റെ സഹോദരനായ തൻ്റെ ശിഷ്യനുമായ യോഹന്നാനോടും സംസാരിക്കുന്നതായ മൊഴിയാണ് മൂന്നാമത്തെ മൊഴി എന്ന് പറയുന്നത്. അവിടെ അത് കരുതലിൻ്റെ മൊഴി എന്നതിനെ പറയാറുണ്ട്. കരുതലിൻ്റെ മൊഴി. ഒന്ന് ഞാൻ പറഞ്ഞത് പാപക്ഷമയുടെ മൊഴി. രണ്ടാമത്തേതെന്ന് പറയുന്നത് രണ്ടാമത്തെ എന്താ പറഞ്ഞത്? അത് കരുണയുടെ മൊഴി. ഇത് കരുതലിൻ്റെ മൊഴി. കരുതൽ ആണ് അവിടെ ഉള്ളത്. ഇത് പൗരസ്ത്യ സഭയുടെ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞാനിത് പറയുന്നത്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. യേശു പിതാവിനെ ഏറ്റവും അടുത്ത് സ്നേഹിച്ച ആളാണ്. പിതാവായ ദൈവത്തെ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തി ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. പിതാവിനെ അതുപോലെ സ്നേഹിച്ചതുകൊണ്ട് സ്വന്തം മാതാവിനെയും അതുപോലെ സ്നേഹിച്ചു. സ്വന്തം സഹോദരനെയും അതുപോലെ സ്നേഹിച്ചു. തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെയും അതുപോലെ കർത്താവ് സ്നേഹിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാതാപിതാക്കളെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കാത്തവൻ മാതാപിതാക്കളെ സ്നേഹിക്കത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കടമകൾ കരുതലിലൂടെ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ മൊഴി നമ്മോട് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാതാപിതാക്കളെ സ്നേഹിക്കും. മാതാപിതാക്കളോട് അവരോട് അസഹനീയമായി പെരുമാറുന്നവരുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് കൊടും പാപമാണ്. കുഞ്ഞുങ്ങളോടും പ്രായമുള്ളവരോടും ഞാൻ പറയുകയാണ്. അഭിയൊന്ന് തിരുമേനി ഉള്ള ഭദ്രാസനത്തിൻ്റെ അവിടെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ PN അലക്സാണ്ടർ അച്ഛനും ഞങ്ങളും ചേർന്ന് ആരംഭിച്ചു. ഇന്നും അത് നല്ലപോലെ തുടരുന്ന എൻ്റെ ഒരു ചിന്ത. വളരെ നന്നായിട്ട് തുടരുന്നുണ്ട്. അച്ഛൻ PN അലക്സാണ്ടർ മിക്കവാറും വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ കൗൺസിലിങ്ങിന് ആൾ വന്നു. അതായത് കെട്ടാൻ പോകുന്ന പെണ്ണും അവരുടെ മാതാപിതാക്കളും ചെറുക്കനും മാതാപിതാക്കളും വരിക. ഇപ്പോൾ ആദ്യത്തെ ഒരു സെഷൻ ഞാനാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞുള്ള സെഷൻ അച്ഛനെടുക്കും. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റുള്ള സെഷൻ നല്ല വ്യവസ്ഥയായിട്ട് കൊണ്ടുപോകണം. എനിക്ക് വളരെ അനുഭവങ്ങളുണ്ട് അവിടെ. അവർ പെണ്ണ് കെട്ടാൻ പോകുന്നവർ എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ അതൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശം. പക്ഷേ ഒരു കുടുംബത്തെ എങ്ങനെ രൂപീകരിക്കുക എന്നുള്ള അവിടുത്തെ ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളങ്ങനെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് വരദാനം ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു ഈ പെണ്ണിനോട് പറഞ്ഞു, നീ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്, അവിടുത്തെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണണം. അതുപോലെ തന്നെ ചെറുക്കനോട് പറഞ്ഞു, നീ അവിടുത്തെ മറ്റേ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് പല വീട്ടിലും മാതാപിതാക്കളോട് അമ്മായിയപ്പനോടും അമ്മായിയമ്മയോടും സംസാരിക്കത്തില്ല മരുമക്കൾ. വല്ലാത്ത പ്രശ്നമാണ്. നിങ്ങൾ അതൊന്നും കോപ്പി ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലും അങ്ങനെ സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന ഈ പെണ്ണിൻ്റെ ആ അമ്മ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വളരെ ദുഃഖത്തിലാണ്. എന്താ ദുഃഖം? എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട്, എന്നോട് വളരെ സ്നേഹം, വളരെ താല്പര്യം, എന്ത് വേണേലും വീട്ടിൽ ചെയ്തു തരും, ഒരു പരാതിയില്ല. പക്ഷേ എൻ്റെ മാതാപിതാക്കളോട് കടുത്ത വൈരാഗ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു രാത്രിയും ഉറക്കം വരുന്നില്ല. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ വളരെ വ്യസനിച്ചാണ് പോകുന്നത്. ഞങ്ങളുടെ ബന്ധത്തിന് തകരാറൊന്നും ഉണ്ടായില്ല, എന്നാൽ ആ ബന്ധത്തിനൊരു സുഗമമായ നടത്തിപ്പില്ല. കാരണം ഇദ്ദേഹം എൻ്റെ മാതാപിതാക്കളെ വെറുത്താണ് ഇരിക്കുന്നത്.
അവരെപ്പറ്റി പറഞ്ഞു പോയെങ്കിൽ വീട്ടിൽ വഴക്കാണ്. ഞാനത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല. ഇതിൻ്റെ കാര്യങ്ങൾ അറിയാതെ പറയാൻ പാടില്ലല്ലോ. കുറച്ച് നേരം കഴിഞ്ഞ് ഈ ഉപദേശമൊക്കെ കൊടുത്ത് തീരാറായപ്പോൾ ഈ ഭർത്താവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛ തെറ്റിപ്പോയി, ഇന്ന് മുതൽ ഞാൻ മാറാൻ പോവുകയാണ്. എൻ്റെ ഭാര്യയുടെ വിഷമം ഇത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കാണിക്കുന്ന ഒരു തെറ്റാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊരു വൈരാഗ്യത്തിൽ നിന്ന് പോയതാണോ? ഞാൻ ഇന്ന് പോയി എൻ്റെ അമ്മായിയപ്പനെയും എൻ്റെ അമ്മയോട് ക്ഷമ ചോദിച്ചോളാം. ആ കുഞ്ഞുങ്ങൾ ഈ ഉപദേശം കേട്ടു എന്നുള്ളത് സത്യമാണെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ സന്തോഷം തോന്നിയ ഒരു സംഗതി, ഒരു കുടുംബത്തിൻ്റെ സമാധാനം ഉണ്ടായെന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാതാപിതാക്കളെ സ്നേഹിക്കും, സഹോദരങ്ങളെ കരുതും. അതുകൊണ്ട് ഒരു കരുതലിൻ്റെ മൊഴിയായിട്ടിത് കാണണം. അയൽവൽക്കക്കാരെ സ്നേഹിക്കുന്ന അനുഭവമാണ്. ഈ അടൂർ ഭദ്രാസനത്തിൽ തന്നെ പല പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട്. അനുഭവങ്ങൾ ഒരുപാടുണ്ട്, പറയാൻ സമയമില്ല. തൊട്ടടുത്ത വീട്ടിലെ ഒരു പെണ്ണിൻ്റെ കല്യാണം 3 പ്രാവശ്യം മുടങ്ങി, സ്വർണ്ണമില്ലാത്തതുകൊണ്ട്. തിരുമേനി താമസിക്കുന്നതിൻ്റെയൊക്കെ അടുത്തുള്ളൊരു പള്ളിയാണ്. അവിടുത്തെ പ്രാർത്ഥനാ പ്രതിപക്ഷം എന്നോട് വന്ന് പറഞ്ഞു, നാളെ ഒരു കല്യാണം ഉറക്കേണ്ടതാണ്, പെണ്ണിൻ്റെ സ്വർണ്ണമില്ല, മിക്കവാറും ഈ കല്യാണവും തള്ളിപ്പോകും. തൊട്ടടുത്ത പാവപ്പെട്ട വീടാണ്, ചെറ്റക്കുടിലാണ്. അച്ഛാ, ഇന്ന് രാത്രി വല്ല നിവൃത്തിയുണ്ടോ, എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ? ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, രാവിലെ ഇങ്ങോട്ട് വാ, ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഏത് കാര്യം ഞങ്ങൾ പ്രാർത്ഥന വെച്ചിട്ട് രാത്രി വിളിച്ചു, നീ രാവിലെ ഇങ്ങോട്ട് വാടേ എന്ന് പറഞ്ഞു. പ്രാർത്ഥനാ പ്രതിദൂഷനാണ്. ഈ പ്രാർത്ഥനാ പ്രതിദൂഷന്മാരൊക്കെ ഓർക്കണം, ഇടപെടെ ചുമതലക്കാർ ഓർക്കണം, നമ്മൾ നമുക്ക് വേണ്ടിയുള്ളവരല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ്. പറഞ്ഞു. കൊട്ടാരക്കര വന്ന് സ്വർണ്ണക്കടയിൽ കയറി. ഞാൻ കയറി, പൈസ ഇല്ല. അവനോട് പറഞ്ഞു, പൈസ തരാനില്ല, എനിക്ക് ഇച്ചിരി സ്വർണം വേണം. അവൻ പറഞ്ഞു, അച്ഛനോട് ഞാൻ പൈസ ചോദിച്ചില്ലല്ലോ, എന്താ വേണ്ടി അച്ഛൻ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ, തരുവോ തരാതിരിക്കോ, ഒരു കൊച്ചിൻ്റെ കല്യാണം നടക്കട്ടെ. ക്രിസ്ത്യാനിയല്ല കടക്കാരൻ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോയി എടുത്തുകൊണ്ട് കൊടുത്തു. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല, ഈ പ്രാർത്ഥനാ പ്രതിപക്ഷൻ്റെ ആയി കൊടുത്തയച്ചു. പോയി കല്യാണം നിന്ന് വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. ഒരു പ്രാർത്ഥനാ പ്രതിപുരുഷൻ്റെ കരുതലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കരുതലിൻ്റെതായ മൊഴിയാണ് ആ മൊഴി എന്ന് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ പിന്നെ പോകുന്നവർ ഈ കടമകൾ മറന്ന ഒരു സാഹചര്യത്തിലും പ്രവർത്തിക്കരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കണം. 4-ാമത്തെ മൊഴി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഇത് അന്ധകാരത്തിൽ പറഞ്ഞതായിട്ടുള്ള ഒരു മൊഴിയാണ്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. താൻ പരീക്ഷിക്കപ്പെടുമ്പോഴും പ്രലോഭനങ്ങൾ ഏൽക്കുമ്പോഴും വേദോസ്തത്തിലെ വാക്യങ്ങളാണ് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മളെ ഒരു വിശ്വാസ സമൂഹം ഇതുവരെയും പരിപാലിച്ചുകൊണ്ടിരുന്നത്. എന്താ ചോദിച്ചാൽ, കുറേ വാക്യങ്ങൾ, നമുക്ക് ആശ്വാസം തരുന്ന വാക്യങ്ങളുണ്ട്. ജീവിതത്തിന് വിഷമതകൾ വരുമ്പോൾ വേദപുസ്തകം വായിക്കുന്നവരുടെ പ്രയോജനമാണ്. നമ്മുടെ ജീവിതത്തിന് വിഷമതകളിൽ തരണം ചെയ്യുവാൻ ദൈവവചനം നമ്മളെ ശക്തീകരിക്കുന്നതാണ്. കർത്താവിനെ ശക്തീകരിച്ചത് മുഴുവനും ദൈവവചനമാണ്. അതുകൊണ്ട് ദൈവവചനം അതാ ഈ വിഷമത വന്നപ്പോൾ തന്നെ തൻ്റെ പിതാവായ ദൈവം പോലും കൈവിട്ടോ എന്നുള്ളൊരു സംശയം. ആ സംശയം വന്നപ്പോൾ ദൈവത്തെ സംശയമല്ല, തൻ്റെ അനുഭവം കൊണ്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു പോയതാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് പറഞ്ഞത്. ഇവിടെ കർത്താവിൻ്റെ മനുഷ്യത്വമാണ്. ഈ തിരുമേനിമാർ ഞങ്ങൾക്ക് പട്ടം തരുമ്പോൾ പറയുന്നൊരു കാര്യം, ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം വിശ്വസിക്കുന്ന 2-3 ചോദ്യങ്ങൾ ചോദിക്കും. അമാലോകിയ എന്നൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് ചോദിച്ചാൽ, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനെന്നും നീ വിശ്വസിക്കുന്നുണ്ടോ? യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ പറയും വിശ്വസിക്കുന്നു പറയും. യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അങ്ങനെ ഒരാളെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യത്വത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അവനുണ്ട്, ദൈവത്വത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളുമുണ്ട്. മനുഷ്യനായതുകൊണ്ടാണ് മനുഷ്യൻ്റെ വേദനകൾ അവൻ അറിയുവാൻ സാധിച്ചത്, മനുഷ്യൻ്റെ സന്തോഷങ്ങൾ അറിയുവാൻ സാധിച്ചത്.
ദൈവമായതുകൊണ്ടാണ് പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കിടന്നിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വിടുതൽ നൽകുന്നത്. അവന് മാത്രമേ നമ്മളെ വിടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിന് മനുഷ്യത്വത്തെ അറിയിക്കുന്നതാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ. ഏത് മനുഷ്യനും ഈ ചിന്ത ഉണ്ടാകാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കേരളം വിട്ടൊക്കെ താമസിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വന്ന് ആഞ്ഞടിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, നീയും ഞങ്ങളെ കൈവിട്ടോ എന്നൊരു ചോദ്യം ഉള്ളിലുണ്ടാകാം. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ അറിയാതെ ചോദിച്ചു പോവും. ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, വിഷമം കൊണ്ട് ആരുമില്ലാതെ വരുമ്പോൾ, ചവിട്ടി നിൽക്കാൻ ഇടമില്ലാതെ വരുമ്പോൾ, നിലവിളിയുടെ അവസരം വരുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അത് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ എ നാച്ചുറൽ റെസ്പോൺസ് ഫ്രം ഇന്നസെൻസ്. അതാണ് പറഞ്ഞത്. നമ്മുടെ നിരപരാധിത്വത്തിൽ നിന്നുള്ളതായ സ്വാഭാവികമായൊരു പ്രതികരണമാണ് ഈ പ്രതികരണം കർത്താവിൻ്റെ. അവൻ നിരപരാധിയാണ്, അതിൽ നിന്ന് പ്രതികരണമാണ് എന്താ പറയുന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്താ ചോദ്യം. നിലയില്ലാ കയത്തിലുള്ള വിളിയാണ് നിലവിളി എന്ന് പറയുന്നത്. കേൾക്കുന്നവരുടെ പ്രതികരണം. അവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അനേക പ്രതികരണങ്ങൾ അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അവന് ആ പ്രതികരണങ്ങൾ വന്നപ്പോൾ അവിടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ ലോകത്തിൽ ആരുമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനിക്ക് അവനോടുള്ള പ്രതികരണം എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ഈ ഭാഗം. എന്തായിരിക്കണം പ്രതികരണം? നിലയില്ലാ കയത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട്, മുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനോടുള്ള നമ്മളെ ആ കരുതൽ എങ്ങനെയായിരിക്കണം? പ്രതികരണം എങ്ങനെയായിരിക്കണം ജീവിതത്തിൽ? ഇത് ഈ ക്രൂശിലെ മൊഴി നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരാവശ്യക്കാരൻ നിലവിളിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം? ന്യായം പറഞ്ഞവനെ ഒഴിവാക്കുന്ന അനുഭവമാണോ നിനക്കുള്ളത്? എന്തെങ്കിലും തെട്ടാമുട്ടി പറഞ്ഞ് അവനെ ഒഴിവാക്കിക്കളയുന്ന അനുഭവമാണോ ഉള്ളത്? കണ്ണുനീരിനോട് നിന്റെ മറുപടി എന്താണ്? ക്രൂശിലെ പരമയാഗം നമ്മൾ പഠിപ്പിക്കുകയാണ്. നിലവിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കണം, ക്രിയാത്മകമായി പ്രതികരിക്കണമെന്ന് പറയുകയാണ്. ഞാൻ ആ മൊഴിയും വിട്ട് മുന്നോട്ട് പോവുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് 5-ാമത്തെ മൊഴിയിലേക്ക് കയറാം. അവിടെ കാണുന്നത് എനിക്ക് ദാഹിക്കുന്നു. കർത്താവ് പറഞ്ഞതാണ്, സകല സമുദ്രങ്ങളെയും ജലാശയങ്ങളെയും സൃഷ്ടിച്ചവന് ദാഹിക്കുന്നതിന് വെള്ളം ചോദിച്ചപ്പോൾ പകരം കിട്ടിയത് പുളിച്ച വീഞ്ഞാണ്. അവർ പുളിച്ച വീഞ്ഞ് കൊടുത്തത് വേദന അറിയാതെ ഇൻടോക്സിക്കേഷനാണ് കൊടുത്തത്. ഇൻടോക്സിക്കേഷനാണ് കൊടുത്തത്, വേദന അറിയാതിരിക്കാനായിട്ട്. കർത്താവ് അത് കുടിച്ചില്ല. എനിക്ക് ദാഹിക്കുന്നു, ഐ തേഴ്സ്റ്റ് എന്നാണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിക്കോളാസ് ബ്രാഡേവ്യാഫ് എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് തിയോളജിൻ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ബ്രെഡ് ഫോർ മീ ഈസ് എ മെറ്റീരിയൽ നീഡ്, whereas bread for my neighbor is a spiritual need. ആഹാരം എന്നെ സംബന്ധിച്ചുള്ളതും എനിക്ക് ഒരു മെറ്റീരിയൽ നീഡാണ്, ഭൗതികമായൊരു ആവശ്യമാണ്. എന്നാൽ എൻ്റെ അയൽക്കാരന് ഉള്ള ആഹാരം എൻ്റെ ആത്മീയ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ വിശന്നു വലയുന്നതായ ജീവിതത്തിൽ ശാരീരികമായ വിശപ്പും ആത്മീയമായ വിശപ്പും ജീവിത പ്രശ്നങ്ങൾ അടന്ന് ശ്വാസം മുട്ടിപ്പോകുന്ന ജനങ്ങളെ അവരോടുള്ളതായ ഒരു പ്രതികരണമാണ് അവിടെ കാണുന്നത്. അവിടെ അവർക്ക് എന്ത് നൽകുവാനായിട്ട് സാധിക്കും? എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുളിച്ച വീഞ്ഞ് കൊടുക്കുന്ന ഒരു ചിന്താഗതിയാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് നാം പ്രത്യേകമായിട്ട് കാണണം. ക്രൂശ് നമ്മളെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ആ വിശന്നു വലയുന്ന ആളുകൾക്ക്, ദാഹിക്കുന്ന ആളുകൾക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഭവനത്തിൽ ഒരു ആഹാരത്തിന് ഒരാൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണം? ഇത് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. എങ്ങനെയായിരിക്കണം പ്രതികരണം? ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നതെന്ന് നാം ചിന്തിക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഹൊണ്ണാവാറിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ സ്കൂളിൻ്റെ വാർഷികമൊക്കെ കഴിഞ്ഞാൽ ക്യാമ്പസിലാണ്
സ്കൂളിലും ക്യാമ്പസിലാന്ന് പുതിയ സ്കൂളുണ്ടായി. ക്യാമ്പസ് കഴിഞ്ഞിട്ട് ഒരു രാത്രി 9 മണിയായപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ടീച്ചേഴ്സിനെല്ലാം ചോറ് കൊടുക്കും, ഊണ് കൊടുക്കും. എൻ്റെ വൈഫ് ഊണ് കൊടുക്കാനായിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇതെല്ലാം തൊട്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയാൽ മതി, ഒരു ക്യാമ്പസിലാണ്. അങ്ങോട്ട് പോയി ഞാൻ ഈ മൈക്കുകാർക്കൊക്കെ പൈസ കൊടുക്കാനായിട്ട് അവിടെ നിന്നു. ഒരു പ്രായമുള്ള മനുഷ്യൻ കയറി വരികയാണ്. രാത്രി ഒരു 11 മണി സമയത്ത് കയറി വരുന്നു. അദ്ദേഹം മുഷിഞ്ഞ വേഷം, നമ്മുടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരികയാണ്. ഞാൻ നോക്കിയോണ്ട് എൻ്റെ മനസ്സിൽ തോന്നി, ഈ പ്രായമുള്ള മനുഷ്യൻ എവിടെ പോവുക രാത്രിയിൽ, നടക്കാൻ തന്നെ വയ്യ. വന്ന് ഇങ്ങോട്ട് കയറുകയാണ്. കയറി വന്ന് അവിടെ നിന്നു. ഞാൻ ചോദിച്ചു, കന്നഡ ഭാഷയിൽ ചോദിച്ചു, എന്ത് വേണം, എന്തിനാ വന്നേ? ഉടനെ ആ മനുഷ്യൻ ഇങ്ങനെ കൈ കാണിച്ചു. സംസാരിക്കാൻ വയ്യ, ഇങ്ങനെ കൈ കാണിച്ചു. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി, എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. ഞാൻ അന്നേരം മനസ്സിൽ തോന്നി, ഇവന് ആഹാരം കൊടുത്ത് ഇനി ഇവിടെ ആണും കിടന്നു പോയി പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടായി തരുള്ളൂ. ആദ്യം ഒരു ചിന്ത തോന്നി, സ്വാഭാവികമാണല്ലോ, തോന്നി. പിന്നെ അയാൾ ഇങ്ങനെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്. ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഒരാളിനോട് പറഞ്ഞു, ഇവനെ ഇദ്ദേഹത്തെ വിളിച്ചോണ്ട് പുറകിലോട്ട് കൊണ്ടുപോകും, അവിടെ എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നുണ്ടല്ലോ, കൊച്ചമ്മയോട് പറഞ്ഞാൽ ആഹാരം കൊടുക്കുമെന്ന് പറഞ്ഞു. അവൾ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഈ പൈസയെ കൊടുത്തു. അപ്പോഴാണ് ഈ മനുഷ്യൻ അങ്ങോട്ട് പോയി. പെട്ടെന്ന് തന്നെ ആളുകൾ ഓടി വിളിക്കാൻ, അച്ഛാ ഇങ്ങോട്ട് ഓടി വാ, ഒരു കാര്യം സംഭവിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എൻ്റെ വൈഫ് പുറത്തോട്ടിറങ്ങി, നടന്ന സംഭവം. ഞാൻ പുറത്തോട്ടിറങ്ങി, ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ മനുഷ്യനോട് ചോദിച്ചു, പാത്രം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ, കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. എന്നാൽ എൻ്റെ വൈഫ് പറഞ്ഞു, അവിടെ നില്ല, ഞാൻ പാത്രം കൊണ്ടുവരാം, ചോറും കൊണ്ടുവരാം, ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ചോറെടുക്കാനായിട്ട് പാത്രം തിരിഞ്ഞ് നോക്കിയപ്പോൾ, ഈ മനുഷ്യനെ നോക്കിയപ്പോൾ, ഈ മനുഷ്യൻ നല്ല ഒരു പുഞ്ചിരി ഈ മനുഷ്യൻ്റെ മുഖത്ത്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊരു സംശയം, എന്താ ഈ മനുഷ്യൻ പുഞ്ചിരിക്കുന്ന, ഈ പുഞ്ചിരിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ചിരിക്കൊരു പ്രത്യേകത, ഒരു മന്ദഹാസം ചിരി. എൻ്റെ വൈഫ് ആഹാരം തിരിച്ചു വന്നപ്പോൾ ഈ മനുഷ്യനോടില്ല. വലിയൊരു ക്യാമ്പസാണ്, 3 ഏക്കറുള്ള ക്യാമ്പസാണ്, ഓടിയൊന്നും രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ആഹാരം കൊണ്ട് നോക്കിയോ, അതിനാ വിളിച്ചത്. ഈ മനുഷ്യൻ എവിടെ പോയെന്ന് അറിയത്തില്ല. അവിടെ എല്ലാം ഓടി നടന്ന് തിരക്കുകയാണ്. എൻ്റെ കൂടുതൽ ടീച്ചേഴ്സെല്ലാം ഓടി. ഈ മനുഷ്യൻ അയാളെ പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിച്ചൊരു വിഷയമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ, നീ അറിയാതെ യേശു പലപ്പോഴും നിൻ്റെ ഭവനത്തിലേക്ക് വരും. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ആ ചിരി കണ്ടിട്ട് അത് കർത്താവിൻ്റെ ചിരിയായിരുന്നു, അത് കർത്താവിൻ്റെ ചിരിയാണ്. ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ചിരി അത് കഴിഞ്ഞിട്ട് പോയി. ഞാൻ ഈ കർണാടക പ്രദേശത്ത് നിന്ന് പ്രവർത്തിക്കാൻ ഇടയാക്കിയത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. തിരുമേനിക്കൊക്കെ അതിനപ്പുറമായിട്ടുള്ള അനുഭവങ്ങൾ ഈ മധ്യപ്രദേശിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, ഗ്രാമങ്ങളിലുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, യേശു ഏത് രീതിയിൽ വരുമെന്ന് ആർക്കും അറിയത്തില്ല. ദൈവം അവന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ നിൻ്റെ വീട്ടിൽ വരാം. പുറം കൈ കൊണ്ട് തള്ളിക്കളയരുത്, മനസ്സിൽ പോലും തിരസ്കാരം തോന്നരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവരെ സ്നേഹിക്കും. ഇത് ഞാൻ പറഞ്ഞ് ഈ ഭാഗം വിടുകയാണ്. കർത്താവ് പറഞ്ഞു, സകലതും നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്നാണ് പറയുന്നത്. എന്നെ ഏൽപ്പിച്ചതെല്ലാം ദൈവകൃപയിൽ പൂർത്തീകരിച്ചു. വാട്ട് ഹാഡ് ബീൻ എൻട്രസ്റ്റഡ് ടു മീ, ദാറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. അത് അക്കംപ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്തുവാ? ഐ ആം ഗ്ലോറിഫൈയിങ് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ ഏൽപ്പിച്ചതെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു, പിതാവിന് സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ചതിനെ പൂർണ്ണമാക്കി കൊണ്ടുപോകുവാൻ ദൈവം നമ്മോട് പറയുകയാണ്. ദ ഗ്ലോറി ഓഫ് ജീസസ് കിങ്ഷിപ്പ് ഈസ് അഫേംഡ്. യേശുവിൻ്റെ രാജത്വം ഇവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞിട്ട് പിതാവ് പറഞ്ഞതെല്ലാം അതുപോലെ പൂർത്തീകരിക്കാൻ പറ്റി. കർത്താവും ഇത് ജനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവൾ നന്നായി ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദ ഗ്ലോറിയസ് എൻഡ് ഓഫ് ലൈഫ്, മഹത്വകരമായ ജീവിത അവസാനം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ദൈവം എന്നോട് പറഞ്ഞതെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന വിശ്വാസം ആവശ്യമാണ്. അവസാനത്തെ മൊഴി പറയുന്നത് ഇതാണ്: പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു.
31-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് വാക്യം. ഇത് യഹൂദ ഭവനങ്ങളിൽ അമ്മമാർ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ പോകുന്ന മുമ്പേ പഠിപ്പിക്കുന്ന സങ്കീർത്തനമാണ് 31-ാം സങ്കീർത്തനം. അവരോട് പറയുന്നത്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉറങ്ങാവൂ എന്ന് പറയുന്നു. ആ പഠിപ്പിച്ച വാക്യമാണ്, അമ്മ പഠിപ്പിച്ച വാക്യമാണ് ക്രൂശിൽ അവൻ ആശ്വാസദായകമായി വന്നത്. അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന ഉച്ചരിച്ചു, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഭവനത്തിലെ പഠനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരമ്മയുടെ വിശ്വാസം, ഒരപ്പൻ്റെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങളുടെ ദുർഘട സമയത്ത് അത് ഉപയോഗമായിട്ട് വരും. നീ ഒന്നും പഠിപ്പിക്കാതെ നീയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവസാനം കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുകയാണ്, ഇത് പറയുന്നു, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. മരണത്തിന് ശേഷം ശരീരത്തിനും വീണ്ടെടുപ്പുണ്ട്, ആത്മാവിനും വീണ്ടെടുപ്പുണ്ട്. കർത്താവിൻ്റെ അവസാനത്തെ ഈ മൊഴി നമ്മളെ സൂചിപ്പിക്കുന്ന അതാണ്. ആത്മാവിന് ഒരു വീണ്ടെടുപ്പുണ്ട്. ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തിരികെ പോകണം. ശരീരത്തിന് വീണ്ടെടുപ്പുണ്ട്. അതാണ് കർത്താവ് യായിറോസിൻ്റെ മകളെയും അതുപോലെ തന്നെ ലാസറിനെയും ഉയർപ്പിച്ചതിലൂടെ കാണിക്കുന്നത്. കർത്താവ് പറയുന്നത്, ശരീരത്തിനും വീണ്ടെടുപ്പുണ്ട്, ആത്മാവിനും വീണ്ടെടുപ്പുണ്ട്. ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. തോന്നിയതുപോലെ ജീവിച്ച് ദൈവത്തിൻ്റെ മന്ദിരമായ ശരീരത്തെ അഴുക്കാക്കുവാൻ നമുക്ക് അവകാശമില്ല. മദ്യപാനത്തിലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളും പോയി ജീവിതത്തിൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ കേടുവരുപ്പിക്കാൻ നമുക്ക് അവകാശമില്ല, അല്ലേ? അതൊരു പ്രത്യേകതയാണ്. ശവസംസ്കാരത്തിൻ്റെ ശുശ്രൂഷയിൽ, പള്ളിയിൽ വെച്ചുള്ളതായ ശുശ്രൂഷയിൽ, സദറോ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? കർത്താവേ, ആത്മാവും ശരീരവും ഒന്നായി ചേരുമ്പോൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശരീരത്തിന് വീണ്ടെടുപ്പുണ്ട്, ആത്മാവിന് വീണ്ടെടുപ്പുണ്ട്. പരിശുദ്ധ കുർബാനകളിലൂടെയും കൂദാശകളിലൂടെയും നിൻ്റെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ആ ശുദ്ധീകരണത്തിൻ്റെ അവസാനം എന്ന് പറയുന്ന കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ രൂപാന്തരപ്പെടുന്ന അനുഭവമാണ്. ആത്മാവിനെ ദൈവത്തിൻ്റെ കയ്യിൽ കേടുകൂടാതെ ഏൽപ്പിക്കണം. കർത്താവ് നമ്മളെ അത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വലിയ അനുഭവമാണ് ഇത് കാണുന്നത്. ഈ 7 മൊഴികളെക്കുറിച്ച് പറയുന്നത് ക്രൂശിലെ യേശുവിൻ്റെ പാട്ട് എന്നാണ്. ഇറ്റ് ഈസ് എ സോങ് ഓഫ് ദ ഹിം ഓഫ് ജീസസ് ഓൺ ദ ക്രോസ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, പളുങ്ക് നദി കടന്ന വിശ്വാസജനം മുന്നോട്ട് പോകുമ്പോൾ അവർ മോശയുടെ പാട്ട് പാടി എന്ന് പറയുന്നുണ്ട്. അതിനോട് ചേർന്ന് യേശുവിൻ്റെ പാട്ട് പാടിയെന്നും പറയുന്നുണ്ട്. മോശയുടെ പാട്ട് ചെങ്കടൽ കടന്നപ്പോൾ മിരിയാം തപ്പുകൊട്ടിപ്പാടിയ പാട്ടാണ് മോശയുടെ പാട്ട്. ആ പാട്ട് പാടിക്കൊണ്ടാണ് വിശ്വാസജനം പളുങ്ക് നദി തീരത്ത് നിന്നും അക്കരയ്ക്ക് മുന്നോട്ട് പോകുന്നതെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. അതിനോട് ചേർന്ന് പറയുന്നു കുഞ്ഞാടിൻ്റെ പാട്ട് പാടിയെന്ന്. കുഞ്ഞാടിൻ്റെ പാട്ട് എന്ന് ചിന്തകന്മാർ പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ 7 മൊഴികളാണ്. ക്രൂശിലെ 7 മൊഴികൾ ദുർഘട സമയത്ത് നിലവിളിച്ച് പാടിയ പാട്ടുകളാണ്. ഈ 7 മൊഴികൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷയിലേക്ക് നയിക്കുന്ന മൊഴികളാണ്. അപ്രകാരം ദൈവവിശ്വാസത്തിൽ നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.